വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വേലായുധൻ്റെ മൊഴിയെടുക്കാനായിട്ട് ഐയും കുറേ പോലീസുകാരും കൂടി താലൂക്ക് ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. അന്നേരം ആരെടാ കുത്തിയത്, എന്തെങ്കിലും പഴയ കുറേ കേസുകളൊക്കെ ഇല്ലേ, അപ്പോൾ ആരെങ്കിലും വൈരാഗ്യം തീർത്തതാണോ എന്നിങ്ങനെ ഐ ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊന്നുമല്ല സാറേ, ഇത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ഗോപാലകൃഷ്ണൻ ഞാനുമായിട്ട് കുറച്ച് പൈസ ഇടപാടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം പങ്കുവെച്ചോടല്ലേ നീ പറയുമെന്ന് പറഞ്ഞിട്ട് ഐ അവിടെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് കുറച്ച് പൈസ തരാനുണ്ടെന്ന് പറയുമ്പോൾ എത്ര രൂപയും ചോദിക്കുന്നുണ്ട്. അന്നേരം 10 ലക്ഷം എന്ന് പറയുമ്പോൾ അപ്പോൾ അത് പങ്ക് കച്ചവടമല്ലല്ലോ, വേറെന്തോ ആണല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അത് എൻ്റെ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചോദിച്ചതാണ്, പക്ഷേ ഇന്നലെ തരുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പകരം അവൻ്റെ മരുമകനെയാണ് പറഞ്ഞു വിട്ടതെന്ന് പറയുകയാണ്. അവൻ പണ്ട് പാളയം മാർക്കറ്റിലെ ഗുണ്ടയൊക്കെ ആയിരുന്നു, പേര് വിഷ്ണു, ഇടിവള വിഷ്ണു എന്നാണ് അറിയപ്പെടുന്നത്. അവൻ വന്നു പോയതിനു ശേഷം കുറേ ഗുണ്ടകളാണ് വന്ന് അവൻ്റെ കൂടെ വന്ന് ഗുണ്ടകളാണ് ഈ ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് നിനക്കെങ്ങനെ ഉറപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം വേലായുധൻ ഓർക്കുന്നുണ്ട്, ഒറ്റുവെന്ന് വേലായുധൻ പറഞ്ഞപ്പോൾ ഒറ്റാനുള്ള ആൾ ജീവിച്ചിരുന്നിട്ട് വേണ്ടുന്നു, പക്ഷേ അത് പറയുന്നില്ല. അവൻ്റെ സംസാരത്തിൽ എനിക്ക് സൂചന ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം ഐ ഇതെല്ലാം സമ്മതിക്കുന്നുണ്ട്, സംഭവമൊക്കെ ശരി തന്നെ, പൈസ തരാത്തതിലാണ് കുത്തിയത്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഗോപാലകൃഷ്ണൻ എന്തിനാണ് നിനക്ക് 10 ലക്ഷം രൂപ തരുന്നത് പറയടാന്നും പറഞ്ഞ് ഐ ചൂടാവുകയാണ്. പക്ഷേ പെട്ടെന്ന് ഈ വേലായുധൻ പറഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ അതൊരു കൊലപാതകം എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് വേലായുധന് ചുമ വരികയാണ്. അന്നേരം ബ്ലഡ് ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം ഈ പെൺകുട്ടി അടുത്തുണ്ട്, പാത്രം കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ പിന്നീട് വേലായുധന് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അന്നേരം പറ, ഏത് കൊലപാതകം, ആരുടെ കൊലപാതകം എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് ഡോക്ടർ വരികയാണ്. എന്നിട്ട് ഡോക്ടർ ഈ പോലീസുകാരെ വിലക്കുന്നുണ്ട്. അന്നേരം ഇയാളുടെ കണ്ടീഷൻ ശരിയല്ല എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും ഞങ്ങളുടെ ഡ്യൂട്ടിയാണെന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് സമ്മതിക്കുമോ, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞ് പോലീസുകാരെ പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്ന് വേലായുധന ഡോക്ടർ ബാക്കി ചെക്കപ്പൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം ആശ്വാസം ഉണ്ടാവും ചോദിക്കുമ്പോൾ ഇല്ല എന്നും പറഞ്ഞ് വേലായുധൻ വേഗത്തിന് സഹിച്ച് കിടക്കുന്നുണ്ട്. ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഐ ആണെങ്കിൽ ഹമീദിനെ ഫോൺ ചെയ്യുകയാണ്. അതിന് മുന്നേ ഈ കുറച്ച് പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്ക് ഇടുന്നുണ്ട്, അയാളുടെ ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ഡ്യൂട്ടിക്ക് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് കുറച്ച് പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്കും വെച്ചതിന് ശേഷം ഹമീദിനെ ഫോൺ ചെയ്യുന്നുണ്ട് ഐ ആണെങ്കിൽ. എന്നിട്ട് പറയുന്നുണ്ട് വേലായുധൻ്റെ മൊഴിയെടുത്തു, ഗോപാലകൃഷ്ണൻ്റെ മരുമകൻ വിഷ്ണു ആണ് കുത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതാണ്. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു കൊലപാതകം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഗോപാലകൃഷ്ണൻ വേലായുധന് ഒരു 10 ലക്ഷം രൂപ കൊടുക്കുന്ന അതിൻ്റെ പേരിലാണ് ഈ കുത്തുകേസ് നടന്നിരിക്കുന്നത്. അപ്പോൾ അത് നസീറിൻ്റെ കൊലപാതകമാണെന്നാണ് ഞാൻ സംശയിക്കുന്നതെന്നിങ്ങനെ ഐ പറയുമ്പോൾ അത് തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം ഗോപാലകൃഷ്ണൻ അവിടെ നിൽക്കട്ടെ, ഗോപാലകൃഷ്ണനും വിഷ്ണുവും ഒക്കെ പ്രതികളാണ്, കൃത്യം നടന്നു കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ വിഷ്ണുവിനെ അങ്ങ് പൂട്ടിയേരാ എന്ന് പറയുകയാണ്. അല്ലെ ശരി സാർ എന്ന് പറഞ്ഞ് ഐ വയ്ക്കുന്നുണ്ട്. അന്നേരം ഈ ഹമീദിനൊക്കെ ഏകദേശം കാര്യങ്ങളുടെ വ്യക്തമാകുന്നുണ്ട്. ഈ ഒരു സംഭവം ഇങ്ങനെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ അവർ പോലീസ് ബുദ്ധിയിൽ അവരെല്ലാം ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിലെ വിഷ്ണു ആണെങ്കിൽ ശാരദാമ്മയുടെ ആവശ്യത്തിന് വേണ്ടി ഭാമയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്കാണെന്ന് പറയുന്നില്ല. അന്നേരം ഇത് ആർക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്കറിയാവുന്ന ഒരാളിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ആളിന് പേരും നാടൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നതെന്നൊക്കെ ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ ഉറപ്പാണ്, അവർക്കാണെങ്കിൽ ഒരു ആവശ്യം വന്നു, ഒരു പെൺകുട്ടിയുടെ കല്യാണ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ ശരിയാവും, അപ്പോൾ ഇതങ്ങ് തിരിച്ചെടുക്കാം, അച്ഛനും അമ്മയും പെൺകുട്ടിയും കൂടി കരഞ്ഞിട്ട് ഇങ്ങനെ പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനതങ്ങ് സമ്മതിച്ചു, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, നിൻ്റെ ഉറപ്പിന്മേൽ ഞാൻ തരികയാണ്, പക്ഷേ നമ്മൾ മുൻപും കല്യാണമൊക്കെ നടത്തിയിട്ടില്ലേന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം ഭാമ പറയുകയാണ് അതൊക്കെ ശരി തന്നെ, പണ്ട് നമ്മൾ കല്യാണം നടത്തിയിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് സമ്പത്ത് ഉണ്ടായിരുന്ന കാലത്താണ്, ഇപ്പോൾ നമ്മൾ സമ്പത്ത് ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്, എന്തായാലും നിന്നെ വിശ്വസിച്ച് ഞാൻ തരികയാണ്, കൃത്യം 1 മാസം കഴിയുമ്പോൾ ഇതെന്നെ തിരിച്ചേൽപ്പിക്കണം, നിൻ്റെ കണക്കിൽ കൊള്ളിക്കാത്ത ക്യാഷാണ് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി മോളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അന്നേരം വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മളെപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മോളെ ആർക്കാ ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്നൊക്കെ ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടന് തന്നെയാണ് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്, ഇന്നലെ രാത്രി വന്നപ്പോഴും ഉണ്ടായിരുന്നു, അങ്ങനെ അപ്പം തന്നെ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞതാണ്, പക്ഷെ സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ഇന്നലെ നടന്ന് വന്നപ്പോൾ നടക്കാൻ കഴിയാത്ത രീതിക്കാണ് വന്നത്, പിന്നെ കുഴഞ്ഞു വീണുകയും ചെയ്തു എന്നൊക്കെ ശാലിനി പറയുമ്പോൾ ഭാമ പറയുകയാണ് അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്നിങ്ങനെ ഭാമയും പറയുന്നുണ്ട്. അന്നേരം അതമ്മേ അപ്പോഴും ഞാൻ അലച്ചിലുണ്ടായിരുന്നു, അതിൻ്റെതാണ്, ഇപ്പോൾ അത് എനിക്ക് കുഴപ്പം വല്ലതും ഉണ്ട്, ഒരു കുഴപ്പമില്ല, ഞാൻ നേരെ നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറയുകയാണ്. അവസാനം ഭാമ പറയുന്നുണ്ട് എൻ്റെ ശാലിനിയുടെ ഒരു സമാധാനത്തിന് വേണ്ടി നീ ഒന്ന് മോനെ എന്ന് പറയുമ്പോൾ ശരി എങ്കിൽ പോയേക്കാം, പക്ഷേ ഇപ്പോൾ എനിക്കൊരു ആവശ്യമുണ്ട്, ഞാൻ പോയിട്ട് വന്നിട്ട് വിളിക്കാമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ശാലിനി തടഞ്ഞു നിർത്തുകയാണ്. അന്നേരം വിഷ്ണു ദേഷ്യപ്പെടുന്നുണ്ട്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ ശാലിനി, എനിക്കിപ്പോൾ ഒരു അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അന്നേരമാണെങ്കിൽ
പിന്നെ സത്യാമ്മയെന്ന് ഇങ്ങനെ ശാലിനി വിളിക്കുമ്പോൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക, അവൻ വിളിക്കാമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പോയാൽ മതി, അല്ല ഞാനിപ്പോൾ എന്താ പറയുക എന്ന് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ജീപ്പിലേക്ക് കയറുന്നുണ്ട്. അന്നേരം ശാലിനിയും പിന്നാലെ നിന്നിട്ട് ഉമ്മറത്ത് നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരമാണെങ്കിൽ വിഷ്ണു വണ്ടിക്കകത്തേട്ട് കയറിയിട്ട്, പക്ഷേ വിഷ്ണുവിന് പെട്ടെന്ന് തലയൊക്കെ കറങ്ങിയാണ്. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒന്ന് കാണാൻ ഇരുട്ടൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ വിഷ്ണു ഇങ്ങനെ തലയൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടി എടുക്കുന്നുണ്ട്. പക്ഷേ വണ്ടി പെട്ടെന്ന് മുന്നോട്ടങ്ങ് പോയി ആ ചെടിച്ചട്ടിയിലങ്ങ് ഇടിച്ച് നിൽക്കുകയാണ്. അന്നേരം എന്താ വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞ് ഓടി ശാലിനി ചെല്ലുന്നുണ്ട്. ഭാമ അപ്പോൾ ഉമ്മറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആരെ ചെടിച്ചട്ടി ഇവിടെ കൊണ്ടുവച്ചതെന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. എന്ന് വെച്ചാൽ അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു ദേഷ്യപ്പെടുന്നത്. അന്നേരം ഭാമ പറയുന്നുണ്ട്, നീ ഇന്നലെ അല്ലല്ലോ ജീപ്പ് എടുക്കാൻ തുടങ്ങിയത്, ഇന്ന് എടുത്തുകൊണ്ട് പോകുന്നതല്ലേ, ചെടിച്ചട്ടി അവിടെ ഉള്ളത് തന്നെയല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ ചോദിക്കുകയാണ്, വിഷ്ണുവേട്ട എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നമുക്ക് ഡോക്ടറെ കാണാം, എനിക്കിന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, അതേ ഇപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പിന്നീട് പോവാം, ഞാൻ വിളിക്കാം, ഇപ്പം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് വണ്ടി എടുത്തങ്ങ് പോവുകയാണ്. അന്നേരമാണെങ്കിൽ ശാലിനി സത്യാമ്മയോട് പറയുന്നുണ്ട്, വിളിച്ച് കൊണ്ടുപോകണ കാര്യമൊന്നും നടക്കുകയില്ല, പിടിച്ചു കെട്ടി കൊണ്ടുപോവുകയേ നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം സത്യാമ്മ പറയുന്നുണ്ട്, എങ്കിൽ വാ ഞാൻ ചോറെടുത്ത് തരാം, ഇന്ന് സ്പെഷ്യൽ ഇഞ്ചി കറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശാലിനിയും കുട്ടി ഫാമകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ഈ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി പൊന്നി കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് സത്യഭാമ ഇത് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, പപ്പടം താഴത്തെ തട്ടിലാണ്, വിഷ്ണുവിനെ വൈകുന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത് ഓർമ്മിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ വിഷ്ണുവിനെ തിരക്കി പോലീസ് വണ്ടി വരുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. സത്യഭാമയും കൂടെ ചെല്ലുകയാണ്. അന്നേരമാണെങ്കിൽ പോലീസുകാർ വന്ന് എസ്ഐക്ക് പിന്നെ ശാലിനി സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം വിഷ്ണു എന്നതിനെ ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ ഹസ്ബൻഡാണെന്ന് പറയുമ്പോൾ, വേലായുധൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഇന്നലെ കുത്തേറ്റു, അപ്പോൾ വേലായുധൻ്റെ മൊഴിയിൽ പറയുന്നത് മാഡത്തിൻ്റെ ഹസ്ബൻഡ് വിഷ്ണു ആണ് കുത്തിയത് എന്നാണ്. അന്നേരം ശാലിനി സത്യഭാമ ഇങ്ങനെ അന്തം വിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അന്നേരം പിന്നെ നമുക്ക് കസ്റ്റഡിയിൽ എടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപകടനില വേലായുധൻ തരണം ചെയ്തു, പക്ഷേ എന്നാലും വിഷ്ണുവിനെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും വിഷ്ണുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പക്ഷേ വിഷ്ണുവിൻ്റെ ഫോൺ അകത്തിരുന്ന് ബെല്ലടിക്കുന്നത് പൊന്നി പുറത്തേക്ക് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്, വിഷ്ണു കുഞ്ഞിൻ്റെ ഫോണെന്നും പറഞ്ഞിട്ട്. അന്നേരം ഫോൺ കൊണ്ടുപോയിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ എസ് ഐ പറയുന്നുണ്ട്, അത് സാരമില്ല മാഡം, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം, മുകളിൽ നിന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സല്യൂട്ടൊക്കെ അടിച്ചിട്ട് തിരികെ പോവുകയാണ്. എന്നിട്ട് സത്യാമ്മയാണെങ്കിൽ ശാലിനി വിഷ്ണു എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ ആലോചിക്കുകയാണ്, അപ്പോൾ ഈ വേലായുധനെ വിഷ്ണുവേട്ടനായിരിക്കുമോ കുത്തിയത്, വേലായുധനും വിഷ്ണുവേട്ടനും തമ്മിൽ എന്താ ബന്ധം, പിന്നെ ഈ 10 ലക്ഷം രൂപ ആർക്കാണ് കൊണ്ടുപോയത് എന്നുള്ളതിന് സത്യാമ്മയോട് വ്യക്തമായിട്ടൊരു മറുപടിയും പറയുന്നില്ല. അപ്പോൾ ഇന്നലെ രാത്രി വിഷ്ണുവേട്ടൻ എവിടെ പോയി ആയിരിക്കും, എന്തൊക്കെയോ എന്നിൽ നിന്ന് വിഷ്ണുവേട്ടൻ മറയ്ക്കുന്നുണ്ട്, എന്തായാലും കണ്ടുപിടിക്കണം എന്നൊക്കെ ആലോചിച്ച് ശാലിനി നിൽക്കുന്നുണ്ട്. അതേസമയം വിഷ്ണു ആണെങ്കിൽ ഈ പൈസയും കൊണ്ട് വേലായുധൻ്റെ വീട്ടിൽ എത്തുന്നുണ്ട്. വിഷ്ണു ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ആരും ഇല്ലേ എന്ന് പറഞ്ഞതിനെ വിളിക്കുകയാണ്. ഈ സമയത്ത് ഓട്ടോയിൽ വേലായുധൻ്റെ മകൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നുണ്ട്. അകത്തു നിന്ന് അമ്മയും വാതിലിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അന്നേരം ആണെങ്കിൽ എന്താ എന്നിങ്ങനെ അമ്മ ഇറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വേലായുധൻ ചേട്ടനെ ഒന്ന് കാണണമായിരുന്നു, വിളിക്ക് എന്ന് പറയുകയാണ്. അന്നേരം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. ഇന്നലെ ഇയാൾ വന്നു പോയതിന് ശേഷം 2-3 പേര് ചേർന്ന് ആക്രമിച്ചു, ഇപ്പോൾ കുത്തേറ്റ്, ഒരാളുടെ കുത്തേറ്റ് ഹോസ്പിറ്റലിലാണെന്ന് പറയുകയാണ്. അന്നേരം കുത്തേൽക്കുകയോ, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ 2-3 പേര് ഇങ്ങോട്ട് വരുന്നത് കണ്ടു എന്ന് പറയുകയാണ്. അന്നേരം ചേട്ടൻ്റെ കൂടെ വന്ന ആൾക്കാരല്ലേ എന്നൊക്കെ ഈ പെൺകുട്ടി ചോദിക്കുകയാണ്. അന്നേരം അല്ല, എനിക്ക് അറിയത്തുകൂടിയില്ല, ഞാൻ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് അറിയാമോ, വേലായുധൻ ചേട്ടനാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ അച്ഛനോട് കുറച്ച് പൈസ ചോദിച്ചിരുന്നു കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഞാൻ അതും കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ പൈസ ഇങ്ങനെ എടുക്കുന്നുണ്ട്, കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വിഷ്ണു പറയണം, അല്ലെങ്കിൽ വേണ്ട, ഏത് ഹോസ്പിറ്റലിലാണ് എന്ന് ചോദിക്കുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ അച്ഛനെ പോയി കണ്ടോളാം, പോകുന്ന വഴിക്ക് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ചേട്ടനിപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ട, വിഷ്ണു എന്നല്ലേ പേരെന്ന് ചോദിക്കുക. അന്നേരം അതേന്ന് പറയുമ്പോൾ, ചേട്ടൻ്റെ കൂടെ വന്ന ആൾക്കാരാണ് അച്ഛനെ കുത്തിയതെന്നാണ് പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നതെന്ന് പറയുക. അന്നേരം വിഷ്ണു ആകെ അന്തം വിടുന്നുണ്ട്, ഞാനൊന്നും അല്ല, എനിക്ക് അവരെ അറിയത്തുകൂടിയില്ല എന്നും പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയുടെ കളക്ടറേറ്റിലെ ക്യാബിനിൽ IG ഹമീദ് വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ശാലിനി എത്തിയിട്ടില്ല. കുറച്ച് സമയത്തിനകം ശാലിനി എത്തുന്നുണ്ട്. അന്നേരം ഒരു വിസിറ്റർ ഉണ്ട് എന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അനുപല്ലവി പറയുന്നുണ്ട്. തുടർന്ന് ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ IG ആണ് കാണുന്നത്. അന്നേരം വരുന്ന വഴിക്ക് 1-2 സ്ഥലത്ത് കയറാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് താമസിച്ചത്, സാറ് വന്നിട്ട് കുറേ നേരമായി ചോദിക്കുമ്പോൾ ഇല്ല 5 മിനിറ്റ്സ് എന്ന് പറയുകയാണ്. തുടർന്ന് ഇരുന്നതിന് ശേഷം കാര്യം പറയുന്നുണ്ട്. അന്നേരം കുത്തുകൊണ്ട് കിടക്കുന്ന വേലായുധനാണെങ്കിൽ മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ഈ വേലായുധൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം 1-2 ക്രിമിനൽ കേസിലൊക്കെ പ്രതിയാണ്, ജയിലിലേക്ക് കിടന്നിട്ടുണ്ട് എന്ന് പറയുക.
പറയുമ്പോൾ പറയുന്നത് വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ, ഇനി ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് പറയുന്നതെങ്കിലോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ വേറൊരു ചോദ്യം കൂടിയുണ്ട്. തലേ ദിവസം അന്ന് രാത്രി എന്തിന് മാഡത്തിൻ്റെ ഹസ്ബൻഡ് ആ വീട്ടിൽ പോയി എന്നുള്ളത്, അതിനെ കുറിച്ച് വേറെ അന്വേഷണങ്ങളൊക്കെ ഒരുപാട് വരും. പിന്നെ അത് ഇതിലേക്കൊക്കെ പോകും എന്ന് പറയുകയാണ്. അന്നേരം എന്തായാലും കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ ആരെയും സംരക്ഷിക്കുന്നില്ല, പിന്നെ തെറ്റ് ചെയ്ത അച്ഛനായാലും ഭർത്താവായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, എൻ്റെ ഔദ്യോഗിക പദവി ഞാൻ അതിനായിട്ട് ദുരുപയോഗം ചെയ്യില്ല എന്ന് പറയുകയാണ്. അന്നേരം പറയുന്നുണ്ട്, പിന്നെ നസീറിൻ്റെ കൊലപാതക കേസ് നടക്കുന്നുണ്ട്, എല്ലാം ഈ വിഷ്ണുവിലേക്കാണ് എത്തുന്നത്, ഇനിയും എനിക്ക് മേഡത്തിനെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുമ്പോൾ അതിന് സാരമില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, ഞാൻ ആരെയും സംരക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ വിത്ത് പ്ലഷർ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് അത് ഷേക്കാൻ്റെ അടുത്ത് പിരിയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ IG പോവുകയാണ്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ അർജുനെ ഫോൺ ചെയ്യുകയാണ്. അർജുൻ ഇങ്ങനെ കോടതിയിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ ശാലിനി പറയുമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം എനിക്ക് അർജുനേട്ടനെ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറയുമ്പോൾ ശരി എന്നിങ്ങനെ അർജുനും പറയുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിലാണെങ്കിൽ വിഷ്ണുവിനെ ശാലിനിയുടെ മുന്നിൽ വെച്ച് തന്നെ അവർ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ പൈസ അന്നേരം കൊടുക്കുന്നില്ല, വേലായുധന് കൊടുക്കുന്നില്ല. പിന്നീട് ശാലിനിയാണെങ്കിൽ ഈ ഗോപാലകൃഷ്ണനുമായിട്ടുള്ള ഇടപാടൊക്കെ അറിയും. അപ്പോൾ ശാരദാമ്മയോടും ഗോപാലകൃഷ്ണനോടും ചോദിക്കും, പക്ഷെ അവരാരും ഒന്നും പറയില്ല. പിന്നീട് അർജുൻ ഇടപെട്ട് കേസൊക്കെ ഒന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കാണാം. ഓക്കെ. പക്ഷേ വിഷ്ണുവിൻ്റെ ഈ നിലപാടിൽ വിഷ്ണുവിന് ആരോഗ്യ പ്രശ്നമായിട്ട് എന്തൊക്കെയോ സംഭവിക്കുക. ആ ഒരു അടി കിട്ടിയതിൽ വിഷ്ണുവിന് അന്നേരവും ആ ഒരു കാഴ്ചയിലൊക്കെ ചെറിയൊരു പ്രശ്നമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇനി എന്താകും എന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.